Damshore, expert bill care. ഡാംഷോർ ടി വിയുടെ ടെക് ടോക്കിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളായിട്ട് കൺസ്ട്രക്ഷൻ കെമിക്കലുകളെക്കുറിച്ചാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻറ്റാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്, നമ്മുടെ വാട്ടർ പ്രൂഫിംഗ് കെമിക്കൽസ്. വാട്ടർ പ്രൂഫിംഗ് കെമിക്കലുകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ വാട്ടർ പ്രൂഫിംഗ് എന്താണെന്നും വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി എന്താണെന്നുമാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിലേക്ക് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് എന്താണ് വാട്ടർ പ്രൂഫിംഗ്? നമ്മൾ ഒരു സർഫസിനെ വെള്ളത്തിൻ്റെ ആഗിരണത്തിൽ നിന്ന് അതിനെ തടയാൻ ശേഷിയുള്ളതാക്കുക എന്നുള്ളതിനെയാണ് വാട്ടർ പ്രൂഫിംഗ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ആക്കുമ്പോൾ ആ ഒരു സർഫസ് വാട്ടർ റെസിസ്റ്റൻ്റ് ആകും. അടുത്തതായി എന്നാണ് ഈ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഒരു ഉത്ഭവം എന്ന് നമുക്ക് നോക്കി വരാം. ആദ്യമായിട്ട് വാട്ടർ പ്രൂഫിംഗ് എന്നൊരു കൺസെപ്റ്റ് നമ്മുടെ മനുഷ്യരിലേക്ക് കടന്നു വരുന്നത് ആദ്യമകാലത്ത് നമ്മൾ മനുഷ്യർ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ വളരെയധികം ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. മനുഷ്യൻ സാധാരണ ഒരു കുടിലോ അല്ലെങ്കിൽ ഒരു ഷെൽട്ടറോ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഭക്ഷണം സൂക്ഷിക്കാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വളരെയധികം ധാന്യങ്ങൾ കൂടിയപ്പോൾ അത് സൂക്ഷിച്ചു വെക്കുന്നത് മോയ്സ്ചർ കയറിയിട്ട് പെട്ടെന്ന് അഴുക്കാവാൻ തുടങ്ങി, അല്ലെങ്കിൽ ചീത്തയായി പോകാൻ തുടങ്ങി. ഈ സമയത്താണ് എങ്ങനെ ഇതിനെ പ്രിസർവ് ചെയ്ത് ഉപയോഗിക്കാം എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൽഭരണികളിലും മറ്റും നമ്മുടെ ഈ ധാന്യങ്ങൾ സൂക്ഷിച്ച് അതിൻ്റെ മുകളിൽ അഡ്ഹസീവുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ ചെളിയോ ക്ലേയോ ഒക്കെ ഉപയോഗിച്ച് അതിനെ സീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് തുടങ്ങിയത്. ഇവിടെയാണ് ആദ്യമായിട്ട് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉടലെടുക്കുന്നത്. ഇങ്ങനെ ആദ്യമായിട്ട് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ഒരു കൺസെപ്റ്റ് ഉണ്ടായപ്പോൾ അവിടെ ജലത്തിൻ്റെ അംശം അല്ലെങ്കിൽ ഒരു മോയ്സ്ചർ കണ്ടൻറ്റിനെ എങ്ങനെ നമ്മൾ അതിലേക്ക് കയറാതെ, ഫുഡ് പ്രിസർവ് ചെയ്യുന്നതിൽ കയറാതെ സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉടലെടുത്തത്. വാട്ടർ പ്രൂഫിങ്ങിനെ സംബന്ധിച്ച് അടുത്തൊരു പ്രധാനപ്പെട്ട ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈജിപ്ഷ്യൻ എറയാണ്. ഇവിടെയാണ് നമ്മുടെ ബിറ്റുമിൻ എമൽഷൻസ് രൂപപ്പെടുന്നതും അതിനെ പെർഫെക്റ്റ് ചെയ്യപ്പെടുന്നതും. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ പിരമിഡുകൾ സ്ഥിതി ചെയ്യുന്നത് നൈൽ നദിയോട് ചേർന്നാണ്. ഈ നൈൽ നദി ആവട്ടെ എല്ലാ വർഷവും കര കവിഞ്ഞ് ഒഴുകുന്ന ഒന്നാണ്. എങ്കിൽ പോലും നമ്മുടെ ആർക്കിയോളജിസ്റ്റുകൾ ഏതാനും വർഷങ്ങൾക്ക് ഇപ്പുറം അത് പരിശോധിക്കാൻ ചെന്നപ്പോൾ അവർ റെക്കോർഡ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ജേണലുകളിൽ അവർ റെക്കോർഡ് ചെയ്യപ്പെട്ട വാക്ക് ഇങ്ങനെയാണ്: ദേ ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഡ്രൈ എന്നുള്ളതാണ്. പെർഫെക്റ്റ്ലി ഡ്രൈ. അതെ, ഇത്രയും കാലങ്ങൾ കഴിഞ്ഞു, ഇത്രയും സങ്കീർണമായിട്ടുള്ള വെള്ളപ്പൊക്കങ്ങൾ അത് കണ്ടിട്ടുണ്ട്. എങ്കിലും അവർക്ക് ചെന്നപ്പോൾ അവിടെയുള്ള ആർട്ടിഫാക്ട്സ് ഒക്കെ വെൽ പ്രിസർവ്ഡ് ആയിട്ടും പെർഫെക്റ്റ്ലി ഡ്രൈ ആയിട്ടും കാണപ്പെട്ടു. ഇതിൻ്റെ മാജിക് എവിടെയാണെന്ന് ചോദിച്ചാൽ അവരുപയോഗിച്ച ബിറ്റുമിൻ എമൽഷൻസിലാണ്. അവരുടെ ഫൗണ്ടേഷനുകളിൽ ആണ് ഇവരിത് പ്രധാനമായും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ബിറ്റുമിനെ കുറിച്ച് പറയുമ്പോൾ വളരെ നല്ലൊരു വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയലാണ്. എങ്കിൽ അത് കൊടുക്കേണ്ടടുത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഈ ഈജിപ്ഷ്യൻ എറയോട് ചേർന്ന് തന്നെയാണ് നമ്മളുടെ ബോട്ടിൻ്റെ മറ്റും അടിഭാഗങ്ങളിൽ കീൽ എന്ന് പറയുന്ന ഒരുതരം മരത്തിൽ നിന്ന് എടുക്കുന്ന പശ ഉപയോഗിച്ച് കോട്ടിങ്ങുകൾ കൊടുത്ത് ആ കൊട്ടവഞ്ചുകളെയും മറ്റും വാട്ടർ പ്രൂഫ് ചെയ്യുന്നതായി നമ്മൾ കാണുന്നത്. നമ്മൾ അടുത്തൊരു ഏരിയയിലേക്ക് വരുമ്പോൾ മിഡിവൽ പീരീഡാണ്. ഈ ഒരു ഏരിയയിൽ പ്രധാനമായും നമ്മുടെ ലൈം മോട്ടാർ അല്ലെങ്കിൽ സുർക്കി മിശ്രിതം പെർഫെക്റ്റ് ചെയ്യപ്പെട്ടു. സുർക്കി മിശ്രിതം നമ്മളുടെ ഇപ്പം മോഡേൺ എറയിലേക്ക് വരുമ്പോൾ നമ്മളത് സിമൻറ്റ് മോട്ടാറിലേക്ക് വരെ എത്തി നിൽക്കുന്നു, അല്ലേ? ഈ ഒരു സുർക്കി മിശ്രിതം നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. എന്നാൽ നമ്മൾ പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ, പുതിയ മെറ്റീരിയലുകൾ വരുമ്പോൾ, അഡ്വാൻറ്റേജുകൾ കൂടിയ മെറ്റീരിയലുകൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫലപ്രാപ്തി കുറഞ്ഞ മെറ്റീരിയലുകൾ പിന്തള്ളപ്പെട്ടു പോകുന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ മോഡേൺ എറയിലേക്ക് വന്നിട്ടുള്ളത്. അതെ, നമ്മൾ മോഡേൺ എറയിൽ നിൽക്കുമ്പോൾ വളരെയധികം ടൈപ്പ് ഓഫ് വാട്ടർ പ്രൂഫിംഗ് കെമിക്കലുകൾ ഇന്ന് അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നമ്മൾ എന്തുകൊണ്ട് വാട്ടർ പ്രൂഫ് ചെയ്യണം എന്നുള്ളതാണ്. പ്രധാനമായും നമ്മൾ കോൺക്രീറ്റ് സ്ട്രക്ചറുകളെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് എന്തിനാണ് കോൺക്രീറ്റിന് പ്രൊട്ടക്ഷൻ്റെ ആവശ്യം, അല്ലെങ്കിൽ ഇതൊരു സോൾഡ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് അല്ലേ, ഇത് ഡ്യൂറബിൾ അല്ലേ എന്നുള്ളതാണ്. തീർച്ചയായും കോൺക്രീറ്റ് ഒരു പരിധിവരെ ഡ്യൂറബിൾ ആണ്. എങ്കിലും കോൺക്രീറ്റിനെ സംബന്ധിച്ചിടത്തോളം കോൺക്രീറ്റിൽ പോറുകളുണ്ട്, മൈക്രോ ക്രാക്കുകളുണ്ട്, ക്യാപ്പിലറി പോറുകളുണ്ട്, അതുപോലെ തന്നെ വോയിഡുകളുണ്ട്. ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻസ് നമ്മുടെ കോൺക്രീറ്റിലുണ്ട്. നമ്മളൊരു വളരെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കിത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള കോൺക്രീറ്റ്
നമ്മളുടെ എൻവയോൺമെൻറ്റിലുള്ള അയോണുകളുമായിട്ട് നിരന്തരമായുള്ള ഇൻട്രാക്ഷൻസിലാണ്. അപ്പം ഈ പോറുകളിലൂടെ മറ്റും ക്ലോറൈഡ് അയോണുകൾ, സൾഫേറ്റ് അയോണുകൾ മറ്റും കിടക്കുകയും നമ്മളുടെ കോൺക്രീറ്റിലുള്ള റീബാറുകളെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ റീബാറുകൾ കൊറോഷനിലേക്ക് പോകും. അങ്ങനെ നമ്മുടെ കോൺക്രീറ്റ് ഉള്ളിൽ നിന്ന് തന്നെ വീക്കാവാൻ തുടങ്ങും. ഇതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായും കോൺക്രീറ്റിന് പ്രൊട്ടക്ഷൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വാട്ടർ പ്രൂഫിംഗ് കോട്ടിങ്ങുകൾ നമ്മൾ കോൺക്രീറ്റിന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇങ്ങനെ നമ്മൾ വാട്ടർ പ്രൂഫിംഗ് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ് കോൺക്രീറ്റിന് കൊടുക്കുന്നതിലൂടെ അതിൻ്റെ എനർജി എഫിഷ്യൻസി നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ലൈഫ് സ്പാൻ ഉറപ്പാക്കാൻ സാധിക്കും. എൻവയോൺമെൻറ്റൽ എഫക്ട്സ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതായത് നമ്മൾ അതിനെ അൺഅറ്റൻഡായിട്ട് വിടുകയാണെങ്കിൽ റിപ്പയറുകൾ കൂടും അല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ റോ മെറ്റീരിയൽസ്, നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് പിന്നെ അവിടെ ഉപയോഗത്തിന് വേണം. അങ്ങനെ നമ്മൾ ഇതിനെ ഇനിഷ്യലി പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിപ്പയറുകൾ ഒഴിവാക്കാം. അങ്ങനെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇൻറ്റീരിയറിന് മറ്റും വളരെ പ്രാധാന്യം കൊടുക്കുന്നൊരു കാലഘട്ടത്തിലാണ്. അങ്ങനെ നമ്മൾ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻറ്റീരിയറും നമ്മൾ കളേഴ്സ് വരെ മാച്ച് ചെയ്ത് നമ്മൾ ചെയ്യുന്നിടത്ത് ഈ ഒരു വാട്ടറിൻ്റെ ഇൻഗ്രസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മോയ്സ്ചറോ ഡാംനെസ്സോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എയ്സ്തിസിറ്റി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് പിന്നെയും അവിടെ പണച്ചെലവിൻ്റെ ആവശ്യങ്ങൾ വരും ഇത് പരിഹരിക്കണമെങ്കിൽ. അതുപോലെ തന്നെ നമ്മൾ ഡാംനെസ്സിനോട് കൂടെ തന്നെ പറയേണ്ട ഒരു ടേമാണ് എഫ്ലോറസൻസ് എന്നുള്ളത്. നമ്മുടെ സോൾട്ട് ഫോർമേഷൻസ് ചുവരിലും മറ്റും ഡാംനെസ് ഉള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് എഫ്ലോറസൻസ് എന്ന് പറയുന്നത്. അതോടുകൂടെ ഫംഗസ് തുടങ്ങിയ പ്രശ്നങ്ങളും വരാം. ഇത് നമുക്ക് അലർജി ആയിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് എഫക്ട്സിലേക്ക് കൂടെ ബാധിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൺസ്ട്രക്ഷനെ സംബന്ധിച്ച് നമ്മളൊരു വലിയൊരു ക്യാപിറ്റൽ മുടക്കിയാണ് ഏത് കൺസ്ട്രക്ഷൻ ആണെങ്കിലും ചെയ്യുന്നത്. അതിൻ്റെ ഒരു വളരെ തുച്ഛമായ ഒരു ശതമാനം മാത്രമാണ് നമ്മളുടെ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ്ങൾക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചേഴ്സുകൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇങ്ങനെ കൊടുക്കുന്നതിലൂടെ നമ്മൾ മുകളിൽ പറഞ്ഞ നമ്മുടെ ഈ ഒരു എഫക്ട്സ് എല്ലാം തന്നെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇൻട്രൊഡക്ഷൻ ടു വാട്ടർ പ്രൂഫിംഗ് എന്നുള്ളൊരു സെക്ഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു സെക്ഷനിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കാറ്റഗറീസ് ഓഫ് വാട്ടർ പ്രൂഫിംഗ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. എങ്ങനെ നമുക്ക് മെറ്റീരിയലുകളുടെ ബേസിൽ വാട്ടർ പ്രൂഫിങ്ങിനെ ക്ലാസിഫൈ ചെയ്യാം, അതുപോലെ തന്നെ എവിടെയൊക്കെ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതിന് ബേസിൽ എങ്ങനെ വാട്ടർ പ്രൂഫിനെ ക്ലാസിഫൈ ചെയ്യാം തുടങ്ങിയ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളായിട്ടാണ് നമ്മൾ അടുത്തൊരു എപ്പിസോഡിലേക്ക് കാണുന്നത്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ ഈ ടെക്നിക്കൽ സെക്ഷൻസ് അറിയാൻ ആഗ്രഹമുള്ള ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഐ എം എബിനോ ഐപ്പൻ വർഗീസ് സൈനിങ് ഓഫ്. താങ്ക് യു. Damsure Expert Build Care.